പാസുണ്ടോ എന്ന് നോക്കാതെ ഭക്ഷണപ്പുരയിൽ എത്തിയ മുഴുവൻ ആളുകൾക്കും ആഹാരം വിളമ്പിയ കലോത്സവം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകുമെന്ന് കലോത്സവ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ. ആഹാരം കഴിക്കാനായി വിശക്കുന്ന വയറുമായി എത്തിയവർക്ക് ഒരു മിനിറ്റ് പോലും വെയിലത്ത് വരി നിൽക്കേണ്ട അവസ്ഥയും ഇത്തവണത്തെ കലോത്സവത്തിൽ ഉണ്ടായിട്ടില്ല. ചുരുങ്ങിയത് 2 ലക്ഷം പേർക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുക്കിയ നെയ്യാർ എന്ന കലവറയിൽ ആഹാരം വിളമ്പിയതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് അനന്തപുരി ആതിഥേയത്വം വഹിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തനിക്ക് നൽകിയ ചുമതല ഫുഡ് കമ്മിറ്റിയുടേത് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരൊറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: വിവാദരഹിതമായ ഭക്ഷണ വിതരണം നടക്കണം. തുടർന്ന് അങ്ങോട്ട് കൂട്ടായ പരിശ്രമം ആയിരുന്നു. ഭക്ഷണപുരയിലെ ഓരോ പ്രവൃത്തിയും വെവ്വേറെ തിരിച്ച് ഒരു ടീം ലീഡറെയും ടീം അംഗങ്ങളെയും നിശ്ചയിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം ആഹാരം കഴിക്കാൻ വരുന്നവർക്ക് വെയിലത്ത് ക്യൂ നിൽക്കേണ്ടി വരരുത് എന്നായിരുന്നു. ഇതിനായി ഭക്ഷണപുരയോട് ചേർന്ന് മറ്റൊരു പന്തൽ കൂടിയിട്ടു. അവിടെ കലാപരിപാടികൾ നടത്തി ഭക്ഷണപുര സർഗാത്മകമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നെയ്യാർ എന്ന ഭക്ഷണപുരയോടൊപ്പം സർഗവേദി എന്ന പന്തലും ഉയർന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.